നമസ്കാരം, ഞാൻ ഡോക്ടർ സുമി സാരി വെൽനസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓരോ വെജിറ്റബിളിലെയും GI വാല്യൂ നോക്കാം. ഓൾറെഡി നമ്മൾ പഴങ്ങളിലുള്ള GI വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഏതൊക്കെ പച്ചക്കറികളാണെന്നും ഏതൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലതെന്നും നമുക്കൊന്ന് നോക്കാം. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് കപ്പ, കസവ അല്ലെ, കൊള്ളി എന്നും പൂള എന്നൊക്കെ കേരളത്തിലുടനീളം നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ പ്രമേഹ രോഗികൾക്ക് തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. പണ്ട് കാലത്ത് അധ്വാനിക്കുന്ന മലയാളിയായിരുന്നു അല്ലെ, മലയാളിക്ക് അന്ന് കപ്പക്കിഴങ്ങ് ഉപയോഗിക്കായിരുന്നു. എന്നാൽ ഇന്ന് അധ്വാനിക്കാത്ത മലയാളിയാണ്. പക്ഷെ അതെന്തുണ്ടാവുന്നു, പ്രമേഹം പോലെ അസുഖം കാരണമാവുന്നുണ്ട്. അറൌണ്ട് 90 ആണ് GI വാല്യൂ ഓഫ് ഈ കസവ, അതായത് കപ്പയുടെ GI വാല്യൂ വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിക്കടിയിൽ ഉണ്ടാവുന്ന ഉരുളക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതിനെല്ലാം GI വാല്യൂ ഒരു 70 എബവ്, അത് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. പരമാവധി അതെല്ലാം നമ്മൾ ആഹാരത്തിന് ഒഴിവാക്കുക. അത്യാവശ്യം ഉപയോഗിക്കുക, അനാവശ്യമായിട്ടോ അധികമായിട്ടോ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാം അല്ലെ, എന്നൊരു റൈസോം എന്ന രീതിയിൽ ഉണ്ടാവുന്നതാണ്. അവയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഒരു 40 റേഞ്ചിൽ, 40 to 45 റേഞ്ചിലായിരിക്കും GI വാല്യൂ പ്രധാനമായിട്ടും കാണാറ്. ഇനി മുരിങ്ങാക്കായ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് അവൈലബിൾ ആണ്. അറൌണ്ട് 40 ആ റേഞ്ചിലായിരിക്കും മുരിങ്ങാക്കായുടെ GI വാല്യൂ വരുന്നത്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് കഴിക്കുന്നത് പാവയ്ക്ക ജ്യൂസ് അല്ലെ. അപ്പം ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, ഇതൊക്കെ ഒരു 15 to 20 ആ റേഞ്ചിലാണ് പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന പയർ അല്ലെ, പീസ് എല്ലാതും ഒരു 30 to 45 ആ റേഞ്ചിൽ, 30-35 ആ റേഞ്ചിൽ തന്നെ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാലും അത് കുഴപ്പമൊന്നും ഇല്ല. പിന്നെ വഴുതനങ്ങ, ക്യാബേജ്, ഇതെല്ലാം ഒരു 15 ആ റേഞ്ചിലാണ് പ്രധാനമായിട്ടും ലെവല് കാണുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മത്തൻ അല്ലെ, മത്തനിൽ പ്രധാനമായിട്ടും ഗലൈസെമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടാണ് നിൽക്കുക, 60 to 70 നിൽക്കാറുണ്ട്. അതും ആ മത്തൻ്റെ പ്രായം അനുസരിച്ച്, അതായത് വളരെ റോ ആണെങ്കിൽ അതിന് കുറയും, ഹൈ ആവും തോറും ഉണ്ടാവും അതിൽ GI വാല്യൂ അതിന് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കായ. നമ്മൾ പഴത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിൽ അത്യാവശ്യം GI വാല്യൂ ഉണ്ട്. പച്ചക്കായയ്ക്കും ഒരു 50 to 55, അതും അതിൻ്റെ പ്രായം അനുസരിച്ച്. നല്ല ഇളം കായയാണെങ്കിൽ, നല്ലപോലെ കറിയൊക്കെയുള്ള കായയാണെങ്കിൽ GI വാല്യൂ വളരെ കുറയും. എന്നാൽ അത് മൂക്കും തോറും അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വന്നുകൊണ്ട് ഇരിക്കും. പൊതുവേ നമ്മുടെ നാട്ടിൽ ലീഫി വെജിറ്റബിൾസ് എല്ലാം അതിന് പ്രമേഹത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉലുവച്ചീര, മുരിങ്ങയില, കറി ലീവ്സ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു 10 തൊട്ട് ഒരു 25 ആ റേഞ്ചിലാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്കറികളിലെല്ലാം GI വാല്യൂ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലപോലെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആഷ് ഗാർഡ്, അതായത് കുമ്പളങ്ങ അല്ലെ, ഇലവനിലെ GI വാല്യൂ വളരെ കുറവാണ്. ഓക്കെ. അത് അതിൻ്റെ പ്രായം അനുസരിച്ച് തന്നെയാണ്. 0 വരെ അത്രയൊക്കെ GI വാല്യൂ ഉള്ള ആഷ് ഗാർഡ്സ് അവൈലബിൾ ആണ്. അപ്പം ആ റേഞ്ചിൽ അറൌണ്ട് 0 to 15 അതിനകത്താണ് GI വാല്യൂ ആഷ് ഗാർഡിന് നിൽക്കുന്നത്. അപ്പം പ്രമേഹത്തിൽ വളരെ അധികം നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് കുമ്പളങ്ങ ജ്യൂസൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് പച്ചക്കറികൾ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഇത്തരം പച്ചക്കറികൾ കഴിക്കുക. അതിൽ ഗ്രീൻ സാലഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, കുക്കുംബർ പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് ഗ്രീൻ സാലഡായിട്ട് തന്നെ എടുക്കുക. അതിനോട് കൂടെ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ സ്പ്രൗട്ട് നമ്മൾ മില്ലറ്റ്സ് സ്പ്രൗട്ട് ചെയ്യാറുണ്ട്, അതല്ല പയറുവർഗ്ഗങ്ങൾ സ്പ്രൗട്ട് ചെയ്യാറുണ്ട്. സ്പ്രൗട്ടിലൊക്കെ ആണെങ്കിൽ അത് റോ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഒക്കെ ഇതിന് അളവിൽ കൃത്യമായിട്ടൊരു 1 ടീസ്പൂൺ സ്പ്രൗട്ടഡ് ബീസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അളവിൽ മാത്രം അതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ കൃത്യമായിട്ടൊരു ആഹാരത്തിൻ്റെ പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം പോലുള്ള അസുഖങ്ങളെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താനോ അതല്ല നിയന്ത്രിക്കാനോ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.